ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടക്കും. തീരുമാനം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിൽ. മരണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. മുൻ മന്ത്രിയും KPCC അധ്യക്ഷനുമായിരുന്നു. വിട പറഞ്ഞത് കോൺഗ്രസിലെ സൗമ്യമുഖം. പുതുക്കിയ കീം പരീക്ഷ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഇടപെടാതെ സുപ്രീം കോടതി. പുതുക്കിയ റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി പ്രവേശനം തുടരാം. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിനില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ്. കേരള സർവകലാശാല VCയുടെ ഉത്തരവ് തള്ളി രജിസ്ട്രാർ KS അനിൽകുമാർ. സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ എത്തിയത് ഔദ്യോഗിക വാഹനത്തിൽ. തനിക്ക് സ്വന്തമായി വാഹനമില്ലെന്ന് രജിസ്ട്രാറെ ഒഴിവാക്കി ഓൺലൈൻ യോഗം വിളിച്ച VC മോഹനൻ കുന്നുമ്മൽ. പോലീസ് സുരക്ഷ നൽകില്ലെന്ന BJP സിൻഡിക്കേറ്റ് അംഗത്തോട് ഹൈക്കോടതി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. 22 മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരത്തിൽ നിന്ന് പിന്മാറി ഒരു വിഭാഗം. പിന്മാറിയത് ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം. തീരുമാനം ഗതാഗത മന്ത്രി ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ. കൺസെഷൻ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മറ്റ് സംഘടനകൾ. പാലക്കാട് ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. രോഗം ചങ്ങലേരിയിൽ നിപ ബാധിച്ചു മരിച്ചയാളുടെ മകന്. സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ. കൊല്ലം SN ട്രസ്റ്റ് സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്ക് H1N1. പരിശോധന നടത്താൻ മറ്റ് വിദ്യാർത്ഥികൾക്കും നിർദ്ദേശം. ശബരിമല സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ ഹൈക്കോടതി. ട്രാക്ടർ യാത്ര ദൗർഭാഗ്യകരം. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആംബുലൻസിൽ പോകാമായിരുന്നില്ലേ എന്ന് ചോദ്യം. കേസെടുത്തെന്ന് സർക്കാർ. പത്തനംതിട്ട SP-യോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി കോടതി. തൃശൂർ പൂരം അലങ്കോലമാക്കലിൽ MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട്. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്ന് മരിച്ച യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ. തലാലിനെ കൊന്നത് ക്രൂരമായി. ദിയാധനം സ്വീകരിക്കില്ലെന്നും ദൈവത്തിന്റെ നീതി നടപ്പാവട്ടെയെന്നും തലാലിന്റെ സഹോദരൻ BBC-യോട്. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ചർച്ചകൾ തുടരുന്നു. സംസ്ഥാനത്തെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാൻ നടപടിയുമായി സർക്കാർ. അസുഖം ബാധിച്ചതോ പടർത്താൻ സാധ്യതയോ ഉള്ള നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കും. തെരുവുനായ വന്ധ്യംകരണത്തിനായി 152 പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടയുന്നവർക്ക് എതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി MB രാജേഷ്.